വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ശാലോം പ്രേക്ഷകർക്കും കർത്താവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ഇന്ന് ഈ വചനശ്രവണത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ഒന്ന് കർത്താവിൻ്റെ പക്കലേക്കൊന്ന് ഉയർത്താം. ഒരുപിടി കാര്യങ്ങളിൽ വീട്ടിൽ നമ്മൾ വ്യാപൃതരായി അസ്വസ്ഥരായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വചനം ശ്രവിക്കുവാനായി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചെറുതായിട്ട് ഒരുക്കാം. ഇവിടെ നമ്മൾ കാണുന്ന ഒരു സുവിശേഷ ഭാഗം ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനങ്ങളാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്, മാതാപിതാക്കന്മാരെയാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക, നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും. കേട്ടോ എല്ലാവരും? നമുക്കൊന്നുകൂടെ കേൾക്കാം. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്, മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക, നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും. നമുക്കറിയാം, ഈ ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളിന്ന് കേൾക്കപ്പെടുന്നൊരു കാര്യമാണ് ഈ മാതാപിതാക്കളെ നോക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. എന്തോ ഒരു വീഡിയോസാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം ഉപദേശങ്ങളാണ്. ഈ മാതാപിതാക്കളെ നോക്കാൻ വല്ലവരും ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ മാതാപിതാക്കളെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല. ഈ മാതാപിതാക്കളെ അനുസരിക്കണമെന്നും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും വാർദ്ധക്യത്തിൽ അവരെ പരിചരിക്കണമെന്നും എന്തിനു പറഞ്ഞു വെക്കുന്നതാ? അതിന് വല്ല ആവശ്യമുണ്ടോ? പക്ഷേ ഇന്നൊരു ഭയങ്കര ആവശ്യമായി തീർന്നിരിക്കുക. ഇത് ഏറ്റവും ആദ്യം വലിച്ചെറിയുന്നത് ഈ ഏറ്റവും നോക്കാനും സംരക്ഷിക്കുവാനും അർഹതയുള്ള ഈ മാതാപിതാക്കളെയാണെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. എന്നാ ചെയ്യാൻ പറ്റും? വചനം ഇതാ പറയുന്നത്. വചനം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ദൈവത്തിൻ്റെ വചനം, നിങ്ങളവരെ അമ്മയെ നൊന്തുപറ്റ അമ്മയെ മറക്കരുത്. അമ്മയുടെ കാര്യമൊക്കെ ബൈബിളിൽ പല ഭാഗത്തും പറഞ്ഞു വെക്കുന്നുണ്ട്. നൊന്തുപറ്റ അമ്മയെ മറക്കരുത്. ഈ പാവപ്പെട്ട കാരണവന്മാർ, മാതാപിതാക്കൾ, അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇവരെ വളർത്തുക, വലുതാക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, ഏതെങ്കിലും ഒരു ജീവിതാംശം, ഇവിടെ മുഴുവൻ ചിന്തയും രാവിലും പകലിലും ഇത് തന്നെയാണ്. അവർക്ക് വേറെ ഒരു ചിന്തയേ ഇല്ല. കൊച്ചിനെ പഠിപ്പിക്കണം, കൊച്ചിനെ നോക്കണം, കൊച്ചിനെ വളർത്തണം, കൊച്ചിന് ജോലി കിട്ടണം, കൊച്ചിനൊരു ജീവിത പങ്കാളിയെ കിട്ടണം. എങ്ങനെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യം ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. നമ്മളെല്ലാവരും അമ്മയിൽ നിന്ന് ജനിച്ചവരാണ്. അമ്മയിൽ നിന്ന് ജനിക്കാതെ ഈ ഭൂമിയിലേക്ക് പൊട്ടി വീണ ആരുമില്ല. ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന, കുടുംബത്തിൻ്റെ എല്ലാവിധ അവസ്ഥകളോടും കൂടി വളർന്നു വന്നിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ നമ്മളോട് ഇനി അമ്മയെ നോക്ക്, അപ്പനെ നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്ത് കാര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഒരു കാര്യം നമ്മളൊന്ന് ഓർത്തുകൊള്ളൂ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല. ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. ജോലിക്കുള്ള തിരഞ്ഞെടുപ്പ്, ജീവിത പങ്കാളി, പല രീതിയിൽ തിരഞ്ഞെടുപ്പുകളുണ്ട്. നമ്മൾ യോഗ്യതകളും സമ്പത്തും സൗന്ദര്യവും കഴിവും ഒക്കെ അനുസരിച്ചാണ് തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും നടത്തുക. നമ്മുടെ കണ്ണിനും പകരം നമുക്ക് ആസ്വാദം, നമ്മുടെ സ്വഭാവത്തിന് ചേരുന്നത് പല രീതിയിലാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ളവർ. ഇങ്ങനെ നമ്മുടെ തിരഞ്ഞെടുപ്പ് അങ്ങനെയൊക്കെ. പക്ഷേ ഈ ഭൂമിയിലേക്ക് എൻ്റെ ഈ അസ്തിത്വം ഇവിടെ രൂപപ്പെടാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തത്, എൻ്റെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തത് ഞാനല്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എത്ര നമ്മൾ ശാസ്ത്രത്തിൻ്റെ പിന്നെയോ ലോകത്തിൻ്റെ പിന്നാലെയോ എന്തുമാത്രം മീഡിയാസിൻ്റെ പിന്നാലെ നമ്മൾ ഈ തത്വം നമുക്ക് മറക്കാൻ പറ്റുകയില്ല. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടാത്ത 2 വ്യക്തികളാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് ഒരിക്കലും ഈ തിരഞ്ഞെടുപ്പിൽ തെറ്റ് പറ്റിയിട്ടില്ല. അർഹതപ്പെട്ട മാതാപിതാക്കളുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും.
എനിക്ക് അർഹതപ്പെട്ട എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ എനിക്ക് അർഹതപ്പെട്ടവരാണ് എൻ്റെ അപ്പനും അമ്മയും. ഇത് നമുക്ക് ഒരിക്കലും എവിടെ പോയാലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു തത്വമാണ്, ഒരു കാര്യമാണ്. ദൈവം തിരഞ്ഞെടുത്തു എന്നതാണ് ഇതിൻ്റെ പിന്നിലെ കാര്യം. ഞാൻ ഇവരെ മാറ്റി നിർത്തുമ്പോൾ ആരെ മാറ്റി നിർത്തുന്നു? ആരെ മാറ്റി നിർത്തുക ഒന്ന് പറഞ്ഞേ? ദൈവത്തെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. ഇനി നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ കുറച്ചൊക്കെ വളർന്ന്, ചെറുപ്പത്തിൽ ഒരു കുറവൊന്നുമില്ല കേട്ടോ, അവരുടെ മടിയിലിരിക്കാനും അവരുടെ കയ്യിൽ നിന്ന് വാരി ഭക്ഷണം കഴിക്കാനും ഒക്കെ അവരുടെ കൂടി തപ്പിപ്പിടിച്ചൊക്കെ എല്ലാം കഴിച്ചും പിടിച്ചും ഒക്കെ വന്നവരാണ്. പക്ഷേ കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോൾ നമുക്ക് ഡീസൻസി, നമ്മൾ വലുതായിപ്പോയി, കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ തൂങ്ങിയില്ലേ വീട്ടിൽ, കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയില്ലേ, അപ്പോഴേക്കും നമ്മൾ എന്ത് വിചാരിക്കും? അവർക്ക് യോഗ്യതയില്ലെന്നാ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുന്നത്. വേറെ ഒരു അയോഗ്യതയും നമ്മൾ ആരിലും കാണാറില്ല. ആദ്യമേ നമ്മൾ അയോഗ്യത കാണുന്നത് ഈ മാതാപിതാക്കളിലാണ്. അവർക്ക് എല്ലാത്തിനും കുഴപ്പമാണെന്നാ പറയുന്നത്. ചുറ്റുപാടും വല്ലവരെ കണ്ടുപിടിച്ചിട്ടും കൂടെ കാണും ചിലപ്പോൾ. എന്തായാലും നമ്മളൊന്ന് ഓർത്ത് നോക്കുക, ദൈവം തിരഞ്ഞെടുത്ത ഇവരിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്നാ? എനിക്ക് വളർന്ന് എൻ്റെ ബുദ്ധിയൊക്കെ വികസിച്ച് വിദ്യാഭ്യാസമൊക്കെ കിട്ടി, എനിക്ക് ഇച്ചിരി സൗന്ദര്യവും കഴിവും പ്രാപ്തിയും കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ആൾബലവും ഒക്കെ ഉണ്ടായപ്പോഴേക്കും ആദ്യമേ നമ്മൾ മാറ്റി നിർത്തുന്നത് എന്താണ്? നമുക്ക് ചോരയും നീരും എല്ലാം തന്ന് എൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുവാൻ വേണ്ടി മുഴുവൻ സമർപ്പിച്ച അവരെ നമ്മൾ മാറ്റി നിർത്തുക എന്നത് നമുക്ക് എവിടെ പൊറുക്കപ്പെടുന്ന ഒരു ഭാവമാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും എവിടെ നമ്മൾക്ക് ഉയർച്ചയുണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് നല്ലതാണ്. ഇനി ഒന്ന് ഓർത്ത് നോക്കിയേ, അവർക്ക് കുറവുകളുണ്ടെങ്കിൽ എന്താ ദൈവത്തിൻ്റെ പദ്ധതി? അവർ ചിലപ്പോൾ നമ്മളെ പരിഗണിക്കാതെയോ സ്നേഹിക്കാതെ വലുതാകുമ്പോൾ ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മളിതൊന്നും കണക്ക് കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ ഒന്നും കണക്ക് കൂട്ടിയിട്ടില്ല. അടി കിട്ടിയാൽ മേടിച്ചു അത്ര തന്നെ. പിന്നെ അവരുടെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി അവർ ഭക്ഷണം തരുമോ അടിക്കുകയോ പിടിക്കുകയോ വഴക്കുകയോ എല്ലാം നമ്മൾ മറന്നതാണ്. വലുതായപ്പോൾ ഇതെല്ലാം കൂടി ചുറ്റിക്കൂട്ടി നമ്മുടെ മനസ്സിൽ ചെപ്പ് തുറന്ന് നമ്മളിതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഇടുന്ന കൂട്ടത്തിൽ അവരെയും കൂടെ വലിച്ചെറിയുന്നൊരു സംവിധാനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഒന്നോർത്തുകൊള്ളൂ, ദൈവം നമ്മുടെ പേരൻസിനെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ കുറവുകളെല്ലാം അവിടുന്ന് നികത്താൻ വേണ്ടിയിട്ടാണ്. കിട്ടുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും കുറവുകൾ നിൻ്റെ കണ്ണിൽ, നിൻ്റെ ദൃഷ്ടിയിൽ നിനക്കുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ദൈവം നിന്ന് നിന്നെ ആ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ പാതയിലൂടെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറവുകളുള്ള പേരൻസിനെ, മാതാപിതാക്കളെ ദൈവം തിരഞ്ഞെടുത്തത് എന്ന് ഓർക്കണേ. മറന്നു പോകരുത്. ഒരിക്കലൊരു മനുഷ്യൻ പറയുകയാണ്, എൻ്റെ സിസ്റ്ററെ, എനിക്ക് കിടക്കാൻ ഒരു കുഞ്ഞു കഷ്ണം പായാണുള്ളത് എങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ അവിടെ സൂക്ഷിക്കും. എനിക്ക് അല്പം ചമ്മന്തി ആണ് അത്താഴത്തിന് കഞ്ഞിക്ക് കൂട്ടാൻ, അല്പം മാങ്ങാച്ചമ്മന്തിയാണ്, അതിൻ്റെ പകുതി ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും. എൻ്റെ അമ്മയെ ഞാൻ എങ്ങോട്ടും വിടിയേല. ഇത് വലിയ തത്വജ്ഞാനിയൊന്നും പറഞ്ഞില്ല, സാധാരണ ഗ്രാമീണ അന്തരീക്ഷത്തിലെ ഒരു മകൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഒന്നെല്ലാവരും വയറയിലേക്ക് നോക്കിക്കേ, പൂക്കൾ തൊണ്ട് അവിടെ ഒരു മൊട്ടില്ലേ അവിടെ, അത് ആർക്കെങ്കിലും മായ്ച്ചു കളയാനായിട്ട് പറ്റുമോ? ഒരു ഓപ്പറേഷനും അത് മാറ്റാനായിട്ട് പറ്റുകയില്ല. അത് ദൈവത്തോടുള്ളൊരു ബന്ധമാ, ദൈവം തിരഞ്ഞെടുത്ത മാതാപിതാക്കളോടുള്ളൊരു ബന്ധമാ. അത് നീ തിരഞ്ഞെടുത്തതല്ല, അത് നിന്റെ കൃപയൊഴുകുവാനായി ദൈവം അവിടെ ആ പൊട്ടവിടെ വെച്ചിരിക്കുകയോ. അത് നമ്മൾ ഒരിക്കലും വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ നമ്മൾ മറക്കാനായിട്ട് പാടില്ല, ഒരിക്കലും പാടില്ല. ആ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും അമ്മയുടെയൊരു വാത്സല്യം, അമ്മ എന്ന് പറയുന്ന ആ ഒരു അടുപ്പം നമുക്കൊരിക്കലും, എത്ര കടുപ്പത്തിൽ പറഞ്ഞാൽ എന്തൊരു അലുവാർന്ന ഒരു സ്വരമല്ലേ അമ്മ. ആ അമ്മയെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. വലുതായി കഴിയുമ്പോൾ ജോലി നേടി ഏത് ഫ്ലാറ്റ് വാങ്ങണമെന്നല്ല ചിന്തിക്കേണ്ടത്, ഏത് രാജ്യത്തെ വിസ എടുക്കണമെന്നല്ല ചിന്തിക്കേണ്ടത്, എൻ്റെ അമ്മയ്ക്ക് ഞാൻ റൂം പണിതോ എന്നാ, ആ റൂമുള്ളൊരു വീട് മേടിച്ചോ എന്നാ നോക്കേണ്ടത്. ആ രാജ്യത്തേക്ക് അമ്മയെ കൊണ്ടുപോകാൻ വിസ കിട്ടുമോ എന്നാ നോക്കേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ ജോലിയും ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ അമ്മയ്ക്ക് ആവശ്യത്തിന് സമയം കൊടുക്കാൻ എനിക്ക് സാധിക്കുമോ എന്നാണ് ഒരു നല്ല മകനോ നല്ല മകളോ ചിന്തിക്കേണ്ടത്. നമ്മളെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ബൈബിളിൽ നിന്ന് നോക്കുന്നത് നല്ലതല്ലേ? നമ്മൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിൽ നമുക്കെല്ലാവർക്കും സുപരിചിതയായ
റൂത്തിനെ കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാകുകയില്ല. റൂത്ത് നവമിയുടെ 2 ആൺമക്കളിൽ ഒരു മകൻ കല്യാണം കഴിച്ച മകളുടെ പേരാണ് റൂത്ത്. ആ മക്കൾ 2 പേരും അങ്ങ് മരിച്ചു. ഈ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. 2 മരുമക്കളും അമ്മായിമ്മ മക്കൾ 2 പേരും പെട്ടെന്ന് അങ്ങ് മരിച്ചു. ആ പിള്ളേർ 2 പേരും. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, പൊന്നു മക്കളെ, നിങ്ങളിനി എൻ്റെ പുറകെ നടന്നിട്ട് എന്താ കാര്യം? മക്കളില്ലല്ലോ. എൻ്റെ ആ മക്കൾ 2 പേരും, നിങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയില്ലേ? നിങ്ങളിനി ഉള്ള നേരത്തിന് വീട്ടിൽ പോക്കോ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ചാർച്ചക്കാരിൽ ആരെങ്കിലും വിവാഹം കഴിച്ചൊക്കെ ജീവിക്ക്. ഈ അമ്മായിയമ്മ മരുമക്കളെ ഉപദേശിക്കുകയാണ്. അപ്പോൾ റൂത്ത് എന്ന് പറയുന്ന ഈ മരുമകൾ പറയുന്നൊരു വാക്ക് നമ്മൾ ആരും മറക്കരുത് കേട്ടോ. ഇത് പറയുന്നത് മരുമകളാണ്. അത് അമ്മായിമ്മയെക്കുറിച്ച് പറയുകയാണ്. എന്താ പറയുന്നതെന്ന് അറിയാമോ? 1-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അവൾ പറയുകയാണ്, അമ്മ പറയുന്ന വാക്ക് കേൾക്കണോ? റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. എന്തൊരു ബോധ്യമാ! ഇവിടെ മരിച്ചു കഴിയുമ്പോൾ ആരാ അടക്കുന്നതെന്ന് ആർക്കറിയാം? എന്നിട്ടും പറയുകയാണ്, അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അവൾ തന്നോട് കൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവമി അവളെ നിർബന്ധിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, നോക്കുക, നമ്മൾ ദൈവം തിരഞ്ഞെടുത്തതാണ് ഈ നവമി എന്ന് റൂത്തിനറിയാം. ഈ മകനെ കല്യാണം കഴിച്ച് ഈ ഭവനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മകനെ മാത്രമല്ല അമ്മയെക്കടിയാണ് ഞാൻ സ്വീകരിച്ചതെന്ന് ഈ റൂത്തിന് നല്ല പരിചയമാ, നല്ല ഓർമ്മയാ, നല്ല ചിന്തയാ. അവിടെ നിന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പക്ഷേ ദൈവാനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയായിരുന്നു. രക്ഷാകര ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ റൂത്തിനേക്കടെ അവിടെ ചേർത്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം മറന്നില്ല. അമ്മമാരോട്, പേരൻസിനോട് നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു 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 ഉപകാരങ്ങളും സഹായങ്ങളും ബഹുമാനവും ആദരവും സ്നേഹവും തങ്കലിപികളാൽ എഴുതപ്പെടുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന ഒരു വീട്ടിൽ നിന്നും ഒരമ്മയെയും ഒരപ്പനെയും ഇറക്കി വിടരുതേ. അതാണ് എൻ്റെ പ്രാർത്ഥന. ഈ വചനം ഈ ശാലോം TV വെച്ചിരിക്കുന്ന ഒരു വീട്ടിൽ നിന്നും ഒരമ്മയും ഒരപ്പനെയും ഇറക്കി വിടാൻ പാടില്ല. അവിടെ ഒരു തുള്ളി കണ്ണുനീര് അവിടെ വീടാൻ പാടില്ല. എനിക്ക് എന്താ ഈ വചനമൊക്കെ നമ്മൾ കേൾക്കുന്നത്? അവരവിടെ ഇരുന്നോട്ടെ. അവർ വലിയൊരു മുതൽക്കൂട്ടാ, അവർ വലിയൊരു കൃപയാ, ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ ചാനലുകളാ. അപ്പം പലതും നമുക്ക് അവരെക്കുറിച്ച് പരാതി പറയാൻ കാണൂലോ. അതൊന്നും നമ്മളിപ്പോൾ മുഖവിലയ്ക്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അവരും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയോടൊപ്പം മക്കളോടൊപ്പം അതിനേക്കാൾ ഉപരിയായൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ വളരട്ടെ. നിങ്ങൾ ചില മാതാപിതാക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ സ്വന്തം കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാകുകയില്ല. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതായത് ഇവർക്ക് ഇങ്ങനെ വീട് കാര്യങ്ങൾ ജോലി ഇതുമൊക്കെ ആയിട്ട് അവർ സ്വന്തം കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഇവർക്ക് നന്നായി നോക്കാൻ സാഹചര്യം കിട്ടിയിട്ടുണ്ടാകുകയില്ല. പക്ഷേ ഇവരുടെ മക്കളെ ഗ്രാൻഡ് ചിൽഡ്രൻ മക്കൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുട്ടുകുത്തുന്നു, പ്രാർത്ഥിക്കുന്നു, കുരിശ് വരയ്ക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. എന്തൊരു സ്നേഹമാണ്! കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത് മുഴുവൻ അടുത്ത മക്കൾക്ക് കൊടുത്തുകൊണ്ട് അവരവരുടെ കുടിശ്ശിയൊക്കെ തീർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓർക്കണം. അത് നമ്മളിപ്പോൾ എനിക്ക് കിട്ടാത്തതിനെയൊക്കെ ഓർത്ത്, എന്നെ മാറ്റി നിർത്തതിനെ ഓർത്ത്, പാർഷ്യാലിറ്റി കാണിച്ചതിനെ ഓർത്ത്, സ്നേഹിക്കാത്തതിനെ ഒക്കെ ഓർത്ത് നമ്മളിങ്ങനെ എല്ലാം ഓർത്തോർത്തോർത്തോർത്ത് ഒരു പരുവത്തിൽ എത്തി നിൽക്കുമ്പോൾ അവരൊന്നിങ്ങളുടെ ജീവിതത്തെ വായിച്ചെടുത്തുകൊണ്ട്, എനിക്കറിയാം ഒരു അധ്യാപകരാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ ഒട്ടും നേരമില്ലായിരുന്നു, തിരക്കായിരുന്നു. പക്ഷേ മക്കൾ വന്നപ്പോഴേക്കും അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുകയാണ്. ത്യാഗം സഹിച്ച് അവിടെ ആ മാതൃത്വത്തിൻ്റെ പിതൃത്വത്തിൻ്റെ ഉത്തരവാദത്തിൽ വന്നുപോയ കുറവുകളെയെല്ലാം അവർ നികത്തുന്നുണ്ട്. അവിടെ ദൈവപിതാവിൻ്റെ മുൻപിൽ അവർ തങ്കലിപികളിലൊക്കെ എഴുതി വയ്ക്കും. നമ്മളിപ്പോഴും 20, 30, 40 വർഷം മുമ്പ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് ഈ പരാതി ആരെയാ നമ്മൾ അടിച്ചിറക്കുന്നത്? അമ്മയും അപ്പനെയും ഒന്നുമല്ല, ദൈവിക സാന്നിധ്യത്തെയാ കുടുംബത്തിൽ നിന്നും അടിച്ചിറക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ കണ്ണ് നിറയണം നമ്മുടേത്. ഈ അപ്പനെയും അമ്മയും അല്ല, സ്വന്തം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെയാണ് നമ്മൾ വേദനിപ്പിച്ച് വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. കാരണം അവരെ തിരഞ്ഞെടുത്ത് വീട്ടിൽ നിർത്തിയത് പിതാവായ ദൈവമാ, നമ്മുടെ സ്വർഗീയ അപ്പച്ചനാ. അപ്പോൾ ഈ റൂത്തിന് എന്തോ ഒരു അനുഗ്രഹങ്ങളാ, എന്തെല്ലാമാ പറഞ്ഞു വയ്ക്കുന്നത്. 2-ാം അധ്യായത്തിൽ നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അനുഗ്രഹത്തിൻ്റെ കൂമ്പാരങ്ങളാണ് നീ അമ്മായിമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതമായ ജനത്തിൻ്റെ ഇടയിൽ വന്നതും എല്ലാം എനിക്കറിയാം. പൊന്നു സഹോദരങ്ങളെ, നമുക്ക് ചിലപ്പോൾ കുറച്ച് സുഖസൗകര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും കേട്ടോ, വരുവേ. പക്ഷേ ആ സുഖസൗകര്യങ്ങളൊക്കെ നശ്വരമാണെന്ന് ഓർക്കുക. ശാശ്വതമായ സമ്പത്തും സമൃദ്ധിയും ദൈവാനുഗ്രഹങ്ങളും നേടിത്തരാൻ ചില വീടുകളിലേ കാരണവന്മാരെന്നുള്ളൂ. ചില മനുഷ്യർക്കേ ഇതിനുള്ള യോഗ്യതയുള്ളൂ. അത് നമ്മൾ ദൈവത്തെ ഇറക്കി വിടേണ്ട ആവശ്യം നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കുക. നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഈശോ തൻ്റെ അമ്മയെക്കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞു വെച്ചിട്ടാണ് പോകുന്നത്. തൻ്റെ അമ്മയെക്കുറിച്ച് 30 വർഷം വരെയും അമ്മയുടെ കൂടെ ചുറ്റിപ്പറ്റി നിന്ന ഈശോനാഥൻ എല്ലാം പഠിച്ചെടുത്ത് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം ഈ അമ്മയുടെ ചുറ്റും നിന്ന് സ്വീകരിച്ച് എല്ലാം അമ്മയിൽ നിന്ന് പഠിച്ചെടുത്ത ഈശോനാഥൻ അവസാനം എന്ത് പറഞ്ഞിട്ടാ പോയത്? എനിക്കിപ്പോൾ ഒരു അമ്മയെ തരാനായിട്ട് സ്വർഗീയ പിതാവ് തയ്യാറായെങ്കിൽ ബാക്കി കാര്യം നോക്കിക്കോളൂ എന്നല്ല. നല്ലൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഈശോ നടത്തിയത്. അമ്മയെ തിരഞ്ഞെടുക്കാൻ യുവാക്കിയും അന്നയും നമുക്കറിയാം. മറിയത്തിൻ്റെ മാതാപിതാക്കൾ വളരെ നാളുകൾ കുഞ്ഞുങ്ങളില്ലാതിരുന്നുണ്ടായതാണ്. നല്ലൊരു തിരഞ്ഞെടുപ്പൊക്കെ ദൈവപിതാവ് തൻ്റെ സുതന് വേണ്ടി നടത്തി വളരെ അനുസരണയോടുകൂടി ജീവിച്ചു വന്ന ഈശോനാഥൻ എന്ത് ചെയ്തു? മരണക്കിടക്കയിൽ കിടന്ന് നല്ല സൂപ്പറായിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. പൊന്നു യോഹന്നാനേ, ഇനി മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നടന്നതുപോലെ തന്നെ നീ നടക്കണമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയത് എന്ന് നമ്മൾ ഓരോരുത്തരും ധ്യാനിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ധ്യാനിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ അമ്മയായിരുന്നു ദേവാലയം, ഈ അമ്മയായിരുന്നു ഈശോയ്ക്ക് പിറക്കാനുള്ള ഇടം, ഈശോ വന്ന് പിറക്കാനുള്ള ഇടമായിരുന്നു അമ്മ. ഈ പരിശുദ്ധ അമ്മ ഈ ദേവാലയത്തെ ഇറക്കി വിടണോ? ദേവാലയത്തെ നമ്മൾ പിച്ച് ചീന്തി വിടണോ? നമ്മുടെ ഓർമ്മകളെല്ലാം കൊണ്ടുവരിക കർത്താവിൻ്റെ അടുക്കൽ. ഇതെല്ലാം ഓർത്തിരിക്കുന്നവൻ നമ്മളെ സൗഖ്യപ്പെടുത്തും. അതേ ദേവാലയമായിരുന്ന അമ്മയെ ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ചിട്ട് പോയ യോഹന്നാൻ്റെ ഈശോയുടെ ആ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലും നമുക്ക് വലിയ ബലം തരേണ്ടതുണ്ട്. വലിയ ബലം തരണം കേട്ടോ. നമുക്കൊരു ചിന്തയൊക്കെ വേണ്ടതുണ്ട്. നമ്മൾ എവിടെ ഏൽപ്പിച്ചിരിക്കുന്നു? ഞാനും വന്ന് ഓരോ കുഞ്ഞും അമ്മയുടെ ഉദരത്തിൽ പിറക്കുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ദൈവം കുടുംബത്തെ സന്ദർശിക്കുന്ന നിമിഷങ്ങളാണ് ഓരോ കുഞ്ഞിൻ്റെയും ജന്മം. ഈ ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആ ദൈവിക സാന്നിധ്യം ഒരു കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങാൻ ഇടയായ അപ്പനെയും അമ്മയെയും ഇന്ന് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ എവിടെയാണ് നിൽക്കുക? ഇതൊക്കെ ഏത് പഠനത്തിൽ നിന്ന് നമുക്ക് കിട്ടി? എങ്ങനെ നമുക്കിത് ചെയ്യാൻ സാധിക്കും? നമുക്കിത് എന്ത് ആനന്ദമാ, എന്ത് സന്തോഷമാ. ഒരിക്കലും ഞാൻ ഓർക്കുന്ന ഒരു സഹോദരൻ, വലിയ ആളാണ്, വലിയ സാമൂഹ്യ പ്രവർത്തകനും ഇല്ലാത്ത ഉപദേശങ്ങളും ഗുണദോഷങ്ങളും ഒക്കെ പറയുന്ന ഒരാളാണ്. സ്വന്തം അപ്പൻ വീട്ടിൽ കിടന്നങ്ങ് മരിച്ചു, ആരും ഇല്ലാതെ. ഒന്ന് ആശുപത്രി കൊണ്ടുപോകാനോ ഒരു വീട്ടിലായിരിക്കും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ വേലക്കാരെയൊക്കെ നിർത്താൻ സാഹചര്യമൊക്കെയുള്ള ഒരു കുടുംബാന്തരീക്ഷമാണ്. പക്ഷേ ഈ മനുഷ്യൻ നാട് നന്നാക്കി നടന്നു. ഈ പാവം അപ്പൻ എങ്ങനെ മരിച്ചെന്ന് ആർക്കും അറിയത്തില്ല. വെള്ളം കിട്ടി മരിച്ചോ? അല്ല, പിന്നെ ഒരു കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ടത് വീട്ടിൽ നിർത്തി, അത് വേറൊരു കാര്യമാണ്. എന്നാലും വീട്ടിൽ നിർത്തിയാൽ ഒരു ശ്രദ്ധയേ ഇല്ലെന്നേ, ഒരു ശ്രദ്ധയേ ഇല്ല. എങ്ങനെയോ അപ്പൻ മരിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എന്തിനാ നമ്മൾ മറ്റുള്ളവരെയൊക്കെ നോക്കുന്നത്? എൻ്റെ മാതാപിതാക്കൾ ദൈവം തന്നവരാണ്.
ദൈവം തന്നവരാണ്. ദൈവം തന്നവരാണെങ്കിൽ അതിൻ്റെ എല്ലാ കുറവുകളും ദൈവം നികത്തിക്കൊള്ളും. നമ്മൾ അതിന് പരാതിപ്പെട്ടിയായിട്ടൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ ഓർക്കുന്നു, ജീവിത പങ്കാളി പറഞ്ഞു ഭർത്താവിനോട്, നമുക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയാണല്ലോ വന്ന് കയറുന്ന പാടെ. അപ്പോൾ ഇയാൾ പറഞ്ഞ എന്നാണെന്നറിയാമോ, എൻ്റെ മാതാപിതാക്കളെ നോക്കാൻ പറ്റുമെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അത്ര തന്നെ, നേരെ അങ്ങോട്ട് പറഞ്ഞു. അവൾ ചൂല് പോലെ അവളങ്ങോട്ട് ഒതുങ്ങി, അത്ര തന്നെ എന്നും വെച്ചോണ്ട് ഇവർ അടിപിടി കൂടിയെന്ന്. അവൾക്ക് നല്ല വാത്സല്യമുള്ള ദമ്പതികളാണ്. പറഞ്ഞു കൊടുത്തു. ഭാര്യയാവാം, ഭർത്താവിൻ്റേതാകാം, ആരുടേതെങ്കിലും ആകട്ടെ, മാതാപിതാക്കൾ തന്നെയാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തോബിയാസിനോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ മരിച്ചാലും അമ്മയെ നന്നായിട്ട് നോക്കിക്കണം, ഞാൻ അടക്കത്ത് തന്നെ അവളെ അടക്കണം, എല്ലാം നന്നായി അമ്മയുടെ കാര്യം നോക്കിക്കോണം, നിന്നെ പോറ്റി വളർത്തിയ അമ്മയെ നീ മറക്കരുത് എന്നും പറഞ്ഞ് മകന് ഉപദേശം കൊടുക്കുന്നുണ്ട്. മകൻ വളരെ നന്നായി തോബിയാസ് അവനെ ആഡംബരപൂർവ്വം സംസ്കരിച്ചു. അന്ന മരിച്ചപ്പോൾ തോബിയാസ് അവളെ പിതാവിൻ്റെ സമീപത്ത് സംസ്കരിച്ചു. തോബിയാസ് എന്ന് പറയുന്നത് തോബിത്തിൻ്റെ മകനാണ്. സ്വന്തം മാതാപിതാക്കളെ ആദ്യം അടക്കി, അതിനുശേഷം ആരെ ചെയ്തെന്നറിയാമോ? ഭാര്യ സാറായുടെ മാതാപിതാക്കളെ നന്നായി നോക്കി. പ്രായത്തോടൊപ്പം അവൻ്റെ കീർത്തിയും വളർന്നു. ഭാര്യയുടെ മാതാപിതാക്കന്മാർ മരിച്ചപ്പോൾ അവൻ അവരെ സഹോഷം സംസ്കരിച്ചു. അവരുടെ പിതാവായ തോബിത്തിൻ്റെയും വസ്തുവകൾ അവൻ അവകാശമായി ലഭിച്ചു. മുഴുവൻ 2 മാതാപിതാക്കളെയും കിട്ടിയപ്പോഴത്തേനും തോബിത്ത് സമ്പന്നനായി തീർന്നു. കണ്ണുനിറച്ചേ എല്ലാവരും, മരിക്കാൻ വേണ്ടിയല്ല കേട്ടോ, ഒന്ന് കണ്ണടച്ചേ, നമുക്കൊന്ന് നോക്കാം നമ്മുടെ മാതാപിതാക്കളിപ്പോൾ എവിടെയാ? ഒന്ന് വീട്ടിൽ കയറി ചെല്ലാൻ എന്തൊരു മടിയാ. അപ്പനമ്മ എത്ര കുതിക്കുന്നുണ്ടാവും. അവൻ എന്താ ഈ വഴിയൊന്നും വരാത്തത്? ആ മകൻ എന്താ വരാത്ത? ആ മോൾ എന്താ വരാത്തത്? അങ്ങനെയൊക്കെ നമ്മളെ ഓർത്ത് മാതാപിതാക്കൾ ഓർക്കുന്നുണ്ടോ? ഓർക്കാൻ ഇടവരുത്തരുത്. ഈശോയെ, ഞങ്ങൾക്ക് അല്പം കൂടെ പ്രസാദം ഒന്ന് തരണേ, അല്പം കൂടെ ഒരു വെട്ടം തരണേ. ഞങ്ങളുടെ ബുദ്ധി മുഴുവൻ അന്ധകാരമായി പോയി ഈശോയെ. എന്തെല്ലാം ചിന്തകളാണ് ഞങ്ങളുടെ മനസ്സിൽ. ഞങ്ങൾക്ക് എന്ത് കുറവാ മാതാപിതാക്കളെയൊക്കെ നോക്കുന്നതും അവരെ അനുസരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. സ്വർഗീയ പ്രകാശം തരണേ ഈശോയെ, സ്വർഗീയ പ്രകാശം തരണേ. സ്വർഗീയ പ്രകാശത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.